ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്താണെങ്കിൽ ഇരുട്ടാണ്. അതുപോലെ തന്നെ മാനത്ത് അമ്പിളി അമ്മാവനെയൊക്കെ കണ്ടുകൊണ്ടിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്ന് ഒരു കുയിലും കൂടി ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ നമ്മുടെ പ്ലാവിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമോ അതുപോലെ തന്നെ ജോലി ചെയ്യാനൊക്കെ ഒരു പ്രത്യേക ഉന്മേഷമൊക്കെയാണ് തോന്നുക കേട്ടോ. നമ്മൾ വൈകിയാണ് എഴുന്നേറ്റതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നല്ല വെളിച്ചമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. ഇനി പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കണ്ടേ, ഇത്തിരി കൂടി നേരത്തെ എഴുന്നേൽക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും എനിക്ക് ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേൽക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. നമ്മൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ പയ്യെ അങ്ങനെ നേരം വെളുക്കണം. അപ്പോൾ നമ്മൾ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാർ വയ്ക്കുന്ന ഒരു തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ സാമ്പാറും ദോശയൊക്കെ കഴിച്ചിട്ട് അമ്മ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റ് വരെ ഇങ്ങനെ ഒന്ന് പോയതാണ്. അപ്പോൾ ഇപ്പോൾ നേരമൊക്കെ നല്ല പോലെ വെളുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റോഡിലാണെങ്കിൽ ഇങ്ങനെ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് തന്നെ ബാക്കി ജോലികളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് ചോറും കറികളും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കണം. അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇട്ടതിന് ശേഷമാണ് കേട്ടോ അമ്മ പോയത്. അപ്പോൾ ആ ജോലികളൊന്നും നമുക്ക് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ പരിപ്പ് സവാളയും കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേവിച്ചിരുന്നു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേമ്പുംതാള്, വഴുതനങ്ങ, വെണ്ടയ്ക്ക, നമ്മുടെ വീട്ടിലെ തക്കാളി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് പിന്നെ ഒരു ഉരുളക്കിഴങ്ങും കൂടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി എടുത്തത്. ഇനി അത് ഞാൻ പുളിവെള്ളത്തിലാണ് വേവിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ കുറച്ച് നാളികേരം നമ്മൾ ചെരുകി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് വറവായി വരുമ്പോൾ നമ്മളതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉലുവ, പിന്നെ ഇത് ശരിക്കും അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി നമ്മളങ്ങോട്ട് ചേർക്കൂട്ടോ. അങ്ങനെ നല്ലൊരു സ്മെല്ലൊക്കെ ആവുമ്പോൾ നമ്മളതങ്ങോട്ട് എടുത്ത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ അരച്ചും കഴിഞ്ഞിട്ട് ഈ കുക്കറിലേക്ക് നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുക. എനിക്ക് വറുത്തരച്ച സാമ്പാർ തന്നെയാണ് കേട്ടോ ഇഷ്ടം. പക്ഷെ എല്ലായ്പ്പോഴും ഇങ്ങനെ വറുത്തരയ്ക്കൊന്നുമില്ല. നമ്മൾ വറുത്തരയ്ക്കാതെയും വെറുതെ പൊടികൾ ഇട്ടിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ അരപ്പൊക്കെ ഇട്ട് ഒന്ന് കുറുകിയൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉലുവയും കടുകും അതുപോലെ തന്നെ വേപ്പിലും കൂടി പൊട്ടിച്ചും കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലുണ്ട്. എങ്ങാനും ഇത്തിരി കുറവാണെങ്കിൽ കുറച്ചുകൂടി കായപ്പൊടി നമുക്ക് ഈ സമയത്ത് ചേർക്കാം. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ട്രേയിൽ ന്യൂസ് പേപ്പർ വിരിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൂടെ വീണ്ടും ഒരു ന്യൂസ് പേപ്പറും കൂടി വെച്ചും കഴിഞ്ഞിട്ട് സാധാരണ തട്ടിൽ വെക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ലാതെ ഇരിക്കാറുണ്ട്. ഇത് പിന്നെ കുറേ നാളേക്ക് ഒന്നല്ല, നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും കഴിച്ച് തീർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ഇരിക്കാറുണ്ട് കേട്ടോ. സാമ്പാറൊക്കെ റെഡി ആയിട്ട് ഒരു ഭാഗത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേന്ത്രക്കായ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് തന്നത് മുത്താണ് കേട്ടോ. അപ്പോൾ ഇത് അരിയുമ്പോഴേക്കും ഞാൻ ചട്ടിയിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ നേന്ത്രക്കായ അരിഞ്ഞതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേന്ത്രക്കായ ഉപ്പേരി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇപ്പുറത്തെ അടുപ്പിൽ ഫ്രൈ പാൻ വെച്ചും കഴിഞ്ഞ് ചെമ്മീനും വറുക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് രണ്ടും കൂടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് നാളികേരം വീണ്ടും ചെരുകി എടുത്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോഴാണ് കായൽ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെമ്മീനൊന്ന് മൊരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് അതൊന്ന് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അതിന് ശേഷം ഞാൻ അര സവാള കൊത്തി അരിഞ്ഞതിട്ടും കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മൂപ്പിക്കും. അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് അങ്ങോട്ട് ചേർക്കും കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തു കഴിഞ്ഞ് ഇതും നാളികേരവും ഈ സവാളയും മുളക് പൊടിയും അതുപോലെ വേപ്പിലയും ഉപ്പും എല്ലാം കൂടി ചെമ്മീനും കൂടിയിട്ടും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ചമ്മന്തി ആയിരിക്കും, നല്ല രസമാണ്. അപ്പോൾ സാമ്പാറും അതുപോലെ തന്നെ ഒരു ഉപ്പേരിക്കറിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു മീനിൻ്റെ അംശം കൂടി ഉണ്ടെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോകും. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെമ്മീൻ ചമ്മന്തി നമ്മൾ തയ്യാറാക്കുന്നത്.
അങ്ങനെ ഈ കൂട്ട് മിക്സിയിലൊന്ന് കറങ്ങി വരുമ്പോൾ ഇങ്ങനെ നല്ലൊരു ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലതായിരിക്കും നമുക്ക് ഉച്ചയ്ക്കൊക്കെ കഴിക്കാനായിട്ട്. ഇനി നമ്മുടെ നേന്ത്രക്കായൊക്കെ വെന്ത് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉള്ളിയും മുളകും അതുപോലെ തന്നെ വേപ്പിലയും കൂടിയൊക്കെ അങ്ങോട്ട് കാച്ചി അങ്ങോട്ട് എടുക്കാം. അതങ്ങോട്ട് കായയിലേക്ക് അങ്ങോട്ട് ചെരിഞ്ഞങ്ങോട്ട് കൊടുത്ത് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഉപ്പേരിയായി അത് മാറിക്കോളും. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ തിരക്കിട്ട പണികളൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടിച്ചൊക്കെ ഇട്ടിരുന്നു. അതുപോലെ രാവിലെ ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല. ഇത്രയും ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രമേശേട്ടനുള്ള ലഞ്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് മുത്തിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തിനൊരു ഗിഫ്റ്റ് ഫ്രണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു കൊറിയറായിട്ട് കേട്ടോ. അപ്പോൾ മുത്ത് വലിയ ഉത്സാഹത്തോട് കൂടിയിട്ട് അത് തുറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വലിച്ചു നോക്കിയിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് കത്തിയും മറ്റൊക്കെ വേണ്ടി വന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമ്മാനങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഇഷ്ടമായിരിക്കുമല്ലേ. ഇപ്പോൾ ഇവരൊക്കെ ഫ്രണ്ട്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബർത്ത്ഡേക്കും ഓരോരോ വിശേഷങ്ങൾക്കൊക്കെ ഗിഫ്റ്റൊക്കെ ഇങ്ങനെ കൊറിയറായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് അവൾക്കത് തുറന്നെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഞാനും ചിഞ്ചും ഇങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ വലിച്ചിട്ടാണെങ്കിൽ കിട്ടണില്ല, അത്രമാത്രം ഇതൊന്നും ഇങ്ങനെ ചുറ്റി പിടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരത്തെ പിടിവലിക്ക് ശേഷം മുത്തിനത് തുറന്നെടുക്കാനൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ അതിൽ ബർത്ത്ഡേ കാർഡ് അതുപോലെ തന്നെ സ്വീറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ മുത്തിനാണെങ്കിൽ പിറന്നാളൊന്നും വലിയ രീതിക്കൊന്നും ആഘോഷിക്കുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷെ ചിഞ്ചുവിനാണെങ്കിൽ അങ്ങനെയല്ല കേട്ടോ. ചിഞ്ചു ഇഷ്ടപ്പെട്ട കേക്കൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അത് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുത്തിനാണെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിലൊന്ന് പോവാം, അതുപോലെ തന്നെ പിറന്നാളായിട്ട് എന്തെങ്കിലും പായസം വെച്ച് കൊടുക്കുക, അത്രയ്ക്കൊക്കെ മതി കേട്ടോ. അപ്പോൾ ഇതിലേതാ കാർഡുകൾ പിന്നെ സ്വീറ്റ്സ് ഫ്ലവേഴ്സ് അതൊക്കെ ആണ് ഇങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഡയറി മിൽക്കൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ചിഞ്ചുവിന് വലിയ സന്തോഷമായിട്ടാണ്. അപ്പോൾ ചിഞ്ചു ഞാനും അതൊക്കെ കണ്ട് നല്ല സന്തോഷിച്ച് നിൽക്കായിരുന്നു. പിന്നെ ഇങ്ങനെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ മുത്തിൻ്റെ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ, നന്നായി, നല്ല രസമുണ്ടായിരുന്നത് കാണാനായിട്ട്. ഇപ്പോൾ സ്വീറ്റ്സൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങോട്ട് കഴിഞ്ഞല്ലേ. പക്ഷേ ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ ആകുമ്പോൾ നമുക്കത് വീട്ടിലിങ്ങനെ വെക്കുകയും ചെയ്യാം. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർക്കുകയും ചെയ്യാം ഇതെൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്നൊക്കെ നമുക്ക് ഓർക്കാമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഇനി വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പാചകവും കാര്യങ്ങളും അതുപോലെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. നമ്മൾ സ്റ്റൗവൊക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല വൃത്തിയാക്കി തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറി വിത്തുകൾ കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. ചീര വിത്തും അതുപോലെ തന്നെ പയറും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇന്ന് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പുളിപ്പിച്ചിട്ട് പിന്നെ നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തന്നെ ഈ പയർ വിത്തുകൾ അങ്ങോട്ട് വെള്ളത്തിലിട്ടു കേട്ടോ. അപ്പോൾ ഇത് വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നേരം വെളുത്തു വരുമ്പോൾ ഞാൻ മറക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റവിനടുത്തുള്ള ജനലിൽ തന്നെയാണ് നമ്മൾ പയർ വെള്ളത്തിലിട്ടത് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചീരവിത്തും ഇവിടെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനൊന്ന് വളയ്ക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ വളച്ചൊന്ന് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബാക്കിലേക്ക് ഒന്ന് തിരിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് വളഞ്ഞോളും. അപ്പോൾ അത് എന്തിനാണ് ഇങ്ങനെയൊക്കെ വളച്ചെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യാൻ കണ്ടോ ഇപ്പോൾ ഈ ബ്രഷ് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വാഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ടാപ്പിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സോപ്പ് വാട്ടർ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു വിടവുകളിലൊക്കെ ഇങ്ങനെ അഴുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള ഭാഗമൊക്കെ പളപളാ മിനിങ്ങിയാണ് നിൽക്കുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെയുള്ള ആ സൈഡുകളിൽ ആ റൗണ്ട് അതിനുള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ അഴുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള വലിയ ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അവിടെ അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ക്ലീൻ ആവില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബ്രഷ് വെച്ച് ഇതുപോലെ വളച്ചെടുത്തതാണെങ്കിൽ പ്രത്യേകിച്ച് അത് അതിൻ്റെ വിടവിലൂടെയൊക്കെ അങ്ങനെ കയറി ചെല്ലും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ ഇത് ഇങ്ങനെ ക്ലീൻ ആയിക്കോളും കേട്ടോ. അതുപോലെ തന്നെ ടൈലിൽ നിൽക്കുന്ന ആ
ആ വിടവ് ഭാഗമുണ്ട്, അവിടെ ആയാലും എന്തെങ്കിലും അഴുക്കിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ട് കഴുകാം. അതുപോലെ തന്നെയാണ് സിങ്കിൻ്റെ ഉള്ളിലൂടെ ആ വെള്ളം പോകുന്ന ആ ഹോളുള്ള ഭാഗത്തൊക്കെ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ അഴുക്കൊക്കെ കെട്ടിയിരിക്കാനായിട്ട് വഴിയുണ്ട്. അപ്പോൾ അവിടെ ആയാലും നമുക്ക് ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ല പോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ രാത്രി തന്നെ നമ്മളിങ്ങനെ ഇതുപോലെയൊക്കെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് ജോലി ചെയ്യാനായിട്ടൊരു പ്രത്യേക ഉന്മേഷമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിറ്റേ ദിവസത്തേക്കായിട്ട് കൂട്ടി വെച്ചിട്ട് സിങ്ക് നിറച്ച് പാത്രങ്ങളോ മറ്റൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കിടന്നുറങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത പൊട്ടശീലമാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യരുത്. അതുകൂടാതെ നമ്മൾ പാത്രങ്ങളും മറ്റൊക്കെ കഴുകി വെക്കുകയും വേണം. അതുകൂടാതെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇന്ന് സിങ്കാണ് ചെയ്ത് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വാഷ് ബേസിൻ അങ്ങനെ നമ്മൾ മാറ്റി മറച്ചൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നല്ല പോലെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പ് വാട്ടർ ഏതായാലും അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെയുള്ള ബ്രഷ് ഇട്ടിട്ട് കഴുകിയിട്ട് റിസൾട്ടൊക്കെ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കിച്ചണിലാണെങ്കിൽ ആ കിച്ചൺ നല്ല പളപള മിന്നി കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള നല്ല ശീലങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കിച്ചൺ നല്ല വൃത്തിക്ക് ഇടാനായിട്ട് എല്ലാവരും ശ്രമിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.